ഊണിന് എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് വീട്ടുമുറ്റത്ത് തൊടിയിൽ ചായ മനസ്സ, അതായത് ഷുഗർ ചീരി ഇരിപ്പുള്ളത് ഓർമ്മ വന്നത്. ഇതിപ്പോൾ എല്ലാ വീടുകളിലും സുലഭമാണല്ലേ. നമുക്കുള്ള ഷുഗറൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ് ഈ ഒരു ചെടി. ഇലക്കറികളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് ഗുണം നൽകുന്ന ഒന്നാണല്ലേ. അപ്പോൾ ഈ ഒരു ചെടി ഏകദേശം കപ്പയുടെ ഇലയുടെ ആകൃതിയിലാണ് കാണാൻ കഴിയുന്നത്. ഈ ഒരു ചെടി ഏകദേശം വലിയ നീളത്തിൽ വളർന്ന ശാഖകളായി മാറുന്നത് തന്നെ പ്രത്യേക ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ പറിച്ചെടുത്തു. ഇല മാത്രമാണ് ഞാൻ തോരനുണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ പറിക്കുമ്പോൾ തണ്ടോടെ പറിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. തണ്ടും കൂടി ഇതിൽ യൂസ് ചെയ്യുമെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ ഇല മാത്രം വെച്ചിട്ടാണ് തോരനുണ്ടാക്കാൻ പോകുന്നത്. ഇതിലൊരു വെള്ള പാല് പോലെയുള്ളത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഈ ഒരു ചെടി നോട്ടം വെച്ചിട്ട് കുറേ നാളായിട്ടോ. കാരണം ഇന്ന് ഉണ്ടാക്കാം, നാളെ ഉണ്ടാക്കാം, മറ്റന്നാൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നായിരുന്നു. പക്ഷേ ഒരു മടിയുണ്ടായി. കാരണം ഇത് ഉപ്പേരി അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കിയാൽ എന്തായിരിക്കും ടേസ്റ്റ് എന്നറിയില്ലല്ലോ. കാരണം ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് പറയുമ്പോൾ നമുക്കും ഒരു കൗതുകം. പക്ഷേ എന്ത് ടേസ്റ്റ് എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് വേഗം അങ്ങനെ പറിച്ചെടുത്തു. അപ്പോൾ ഒന്നും നോക്കാണ്ട് നമുക്ക് വേഗം ഇത് ഉപ്പേരി ഉണ്ടാക്കാൻ പോവാം അല്ലേ. എല്ലാ ഇലക്കറികൾ പോലെയല്ല കേട്ടോ ഇത്. കാരണം ഇതിൽ വെളുത്തൊരു പാല് പോലെയുള്ള ഒരു സാധനം നമുക്ക് കാണാൻ കഴിയും. അത് പോകണമെങ്കിൽ നന്നായിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. ഏതായാലും ഫസ്റ്റ് പരീക്ഷണമാണ് ഈ ഒരു തോരൻ എന്ന് വെച്ചാൽ. അപ്പോൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം വെള്ളം മാറ്റി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച വെള്ളത്തിൽ കൂടി ഈ ഇല ഞാൻ മുക്കിയൊക്കെയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് നല്ല പോഷകത്തോട് കൂടിയിട്ട് വറുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് വെച്ച് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ചെറുതായി കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് മുറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചെറിയ പീസസ് ആയിട്ട് മുറിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് തിരിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റുന്നുണ്ട്. കാരണം തണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഇതിൻ്റെ ഇല മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ തണ്ട് യൂസ് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇല കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ ഷുഗറൊക്കെ നന്നായിട്ടുള്ളവർക്കൊക്കെ കുറയാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് പറയപ്പെടുന്നത് കേട്ടോ. ഇല കുറേ കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇത് എത്ര സമയം വേണം മുറിക്കാനെന്ന് വിചാരിച്ച് ഇങ്ങനെ ടെൻഷൻ ആവേ വേണ്ട. കാരണം എല്ലാ ഇലകളും തണ്ട് കളഞ്ഞിട്ട് ഒരുപോലെ ഇങ്ങനെ ചേർത്ത് പിടിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം ജസ്റ്റ് ഒന്ന് നമ്മൾ തട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മൾ മുറിക്കുന്ന ആ ഒരു ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഏറ്റവും സിമ്പിളാണ് മുറിക്കാൻ. ഞാൻ പിടിച്ചതുപോലെ ഇങ്ങനെ എല്ലാം ചേർത്ത് പിടിച്ചതിന് ശേഷം ഒരിക്കൽ കൂടി ഞാൻ കഴുകുന്നുണ്ട്. കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇതെങ്ങനെയാണെന്ന് ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ കുറേ പ്രാവശ്യം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചിട്ടതിന് ശേഷവും എല്ലാ ഇലകളും കൂട്ടി വൃത്തിയാക്കി പിടിച്ചതിന് ശേഷവും ഞാനൊന്ന് കഴുകിയെടുത്തു കേട്ടോ. അപ്പോൾ അതിനുശേഷം വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എത്രയും കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കാൻ പറ്റും അത്രയും കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇലകളൊക്കെ ഇതേ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരിത്തിരി ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഉപ്പിട്ട് മസാജ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇലകളിലെ എല്ലാ ഭാഗത്തും ഉപ്പ് പിടിക്കും. അപ്പോൾ ഇതിന് വേണ്ടത് ഇത്തിരി വെളുത്തുള്ളി, അതുപോലെ തന്നെ തേങ്ങ, കുറച്ച് പച്ചമുളകില്ലെങ്കിൽ കാന്താരി മുളകായാലും കുഴപ്പമില്ല. അപ്പോൾ ഉള്ളി നല്ല പോലെ ചതച്ച് വെക്കുന്നുണ്ട്. അതായത് ചെറിയ വെളുത്തുള്ളി അത് നന്നായിട്ട് ചതച്ച് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ പച്ചപ്പറങ്കി അല്ലെങ്കിൽ കാന്താരി മുളക് എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന കുറച്ച് മുളക് എടുത്തിട്ട് നന്നായിട്ട് അതും ചതച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ചീര വേവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കുക. ഇത്തിരി വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കാവണം, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു 5 മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ വേവാൻ വെക്കുക കേട്ടോ. അപ്പോൾ ഒത്തിരിയും കുക്കാവുന്ന അത്രയും നല്ലതാണ് ഈ ഒരു ഇലക്കറി എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് കുക്കാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം
അടച്ചു വെക്കാം. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട്. കുറച്ച് തേങ്ങ, ഇത്തിരി വാട്ട് പറങ്കി, അതായത് ചുവന്ന മുളകില്ല അത്, പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി, കാന്താരി മുളകും. അപ്പോൾ ഇതാ കുക്കാവുന്നുണ്ട് നന്നായിട്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, കാരണം ഇലക്കറികളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടിക്കൊക്കെ പിടിച്ച് പോവും. നമുക്ക് അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വേവുന്ന സമയത്ത് ഇത്തിരി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്കൊന്ന് നിങ്ങൾ ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും, കാരണം അടിക്കൊക്കെ പിടിച്ച് പോകാണ്ടിരിക്കാനും കത്തി പോകാണ്ടിരിക്കാനൊക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. അതിനുശേഷം ഏകദേശം കുക്കായി എന്ന് തോന്നുമ്പോൾ ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളിയും അതുപോലത്തെ കാന്താരി മുളക്, വേണമെങ്കിൽ ഇത്തിരി പച്ചപ്പറങ്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇരിക്കും, നിങ്ങളുടെ എരിവ് പോലെ ഇരിക്കും. അതിനുശേഷം നമ്മൾ ഏകദേശം കുക്കാവുന്ന സമയത്ത് കുറച്ച് തേങ്ങ, നിങ്ങൾക്ക് എത്രയാണോ തേങ്ങ വേണ്ടത് അത്ര നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ഇത്തിരി തേങ്ങയൊക്കെ അധികം കാണുന്നത് ഇഷ്ടമാണ്, കാരണം ഇതിൻ്റെ ഒരു രുചി ചിലപ്പോൾ കയ്പ്പാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഇത്തിരി തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് ടേസ്റ്റ് ആക്കി കൊടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയതുകൊണ്ട് ഇത്തിരി തേങ്ങയൊക്കെ അധികം ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്തിരി വാട്ട് പറങ്കി ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ചൂടാവുമ്പം, ഒരു പാനിലെടുത്ത് എണ്ണ ചൂടാകുമ്പോൾ ഇത്തിരി വാട്ട് പറങ്കി ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ഏകദേശം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ ഇലക്കറിയിലേക്ക് ഇത് തട്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇലക്കറി ഇവിടെ റെഡിയായി. ഷുഗർ ചീര, അതായത് ചായമൻസ ഉപ്പേരി അല്ലെങ്കിൽ തോരൻ ഇവിടെ റെഡിയായി. ഏറ്റവും ടേസ്റ്റാണ്, ഒരു രുചി വ്യത്യാസമില്ല, ചീര വറവൊക്കെ പോലെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്യുക, ട്രൈ